ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഫ്രീ ആയി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടോ? എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വ്യക്തമായി പറഞ്ഞു തരാം. Hello everyone, I hope you are doing well. Today we are going to learn about how to describe a picture. So ഇന്ന് ഒരു പിക്ചർ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വിതൗട്ട് ഡ്യൂ ലെറ്റ്സ് സ്റ്റാർട്ട്. പിക്ചർ വിസിബിൾ ആണല്ലോ. എന്താണ് പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്? ഒരു ലൈവ്ലി പാർക്കിന്റെ പിക്ചറാണിത് അല്ലേ? വേറെ എന്തൊക്കെ നമുക്ക് ഇതിൽ കാണാം? ഒരുപാട് കുട്ടികൾ ഊഞ്ഞാലാടുന്നുണ്ട്, സീസോയിൽ കളിക്കുന്നുണ്ട്. അതിനടുത്ത് നമുക്കൊരു കുളം കാണാം അല്ലേ? ആ കുളത്തിൽ എന്തുണ്ട്? ഒരുപാട് താറാവുകളുണ്ട്. ആ കുളത്തിനടുത്ത് നമുക്കൊരു ബെഞ്ച് കാണാം. ആ ബെഞ്ചിൽ ഒരു ഫാമിലി ഇരിക്കുന്നത് കാണാമല്ലോ. അതിനുശേഷം നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? അവിടെ ഒരുപാട് മരങ്ങളുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ മരങ്ങളുണ്ട്, കുറേ ഫ്ലവേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. ആകാശം എങ്ങനെയായിരിക്കുന്നത്? ആകാശത്തിൽ ഒരുപാട് മേഘങ്ങളുണ്ട് അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ ഡിസ്ക്രൈബ് ചെയ്യാം എന്ന് നോക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, ചിത്രത്തിൽ ഒരു പാർക്കുണ്ട്. ചിത്രത്തിൽ എന്താ ഉള്ളത്? ചിത്രം എന്തിനെ സംബന്ധിച്ചുള്ളതാണ്? ഒരു പാർക്കിന്റെ ചിത്രമാണല്ലേ? അപ്പൊ ചിത്രത്തിൽ ഒരു പാർക്കുണ്ട്. എങ്ങനെ പറയും നമ്മൾ? There is a park in the picture. ചിത്രത്തിൽ ഒരു പാർക്കുണ്ട്. There is a park in the picture. There is a park in the picture. There is a park in the picture. ക്ലിയർ ആണല്ലോ? ഈ പാർക്ക് എങ്ങനെയായിരിക്കുന്നത്? പാർക്കിൽ ആരും ഇല്ലാതെയാണോ ഇരിക്കുന്നത്? അല്ല, ഒരുപാട് ആളുകളുണ്ട്. പാർക്ക് ഫുൾ ബിസി ആയിട്ടിരിക്കുവാണല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ പറയും, പാർക്ക് സജീവമാണ്. പാർക്ക് സജീവമാണ്. എങ്ങനെയാണ് നമ്മൾ പറയുക? ദ പാർക്ക് ഈസ് ബിസി ആൻഡ് ഫുൾ ഓഫ് ലൈഫ്. ദ പാർക്ക് ഈസ് ബിസി ആൻഡ് ഫുൾ ഓഫ് ലൈഫ്. ദ പാർക്ക് ഈസ് ബിസി ആൻഡ് ഫുൾ ഓഫ് ലൈഫ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? കുട്ടികൾ എന്താ അവിടെ ചെയ്യുന്നത്? സീസോയിലും ഊഞ്ഞാലിലും ഒക്കെ കളിക്കുവാണ്. നമ്മൾ ഊഞ്ഞാലിന് എന്താ പറയാ? സ്വിങ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? കുട്ടികൾ സീസോയിലും ഊഞ്ഞാലിലും കളിക്കുന്നു. കുട്ടികൾ സീസോയിലും ഊഞ്ഞാലിലും കളിക്കുന്നു. കുട്ടികൾക്ക് നമുക്ക് ചിൽഡ്രൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് നോക്കാം. ചിൽഡ്രൻ ആർ പ്ലേയിങ് ഓൺ സ്വിങ്സ് ആൻഡ് എ സീസോ. കുട്ടികൾ സീസോയിലും സ്വിങ്സിലും കളിക്കുന്നു എന്ന് എങ്ങനെയാണ് നമ്മൾ പറയാ? ചിൽഡ്രൻ ആർ പ്ലേയിങ് ഓൺ സ്വിങ്സ് ആൻഡ് എ സീസോ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ചിത്രത്തിൽ ഒരു കുളം കാണുന്നുണ്ടല്ലേ? അതിലൊരുപാട് താറാവുകളുണ്ട്. ചെറിയ കുളവും താറാവുകളും ഉണ്ട്. എന്നെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? There is a small pond with ducks. കുളത്തിന് നമ്മൾ പോണ്ട് എന്ന് പറയും, താറാവുകൾക്ക് നമ്മൾ ഡക്ക് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ എങ്ങനെ പറയും? There is a small pond with ducks. There is a small pond with ducks. There is a small pond with ducks. ക്ലിയർ ആണല്ലോ? ഇനി കുളത്തിനടുത്ത് നമുക്ക് ഒരു ബെഞ്ച് കാണുന്നുണ്ടല്ലേ? അതെങ്ങനെയാ പറയാ? എ ബെഞ്ച് ഈസ് നിയർ ദ പോണ്ട്. കുളത്തിനടുത്ത് ഒരു ബെഞ്ചുണ്ട്. എ ബെഞ്ച് ഈസ് നിയർ ദ പോണ്ട്. ക്ലിയർ ആണല്ലോ? ആ ബെഞ്ചിൽ ഒരു കുടുംബം ഇരിക്കുന്നത് കാണാമല്ലോ. ഒരു കുടുംബം ബെഞ്ചിലിരിക്കുന്നു. എങ്ങനെ പറയാം? എ ഫാമിലി ഈസ് സിറ്റിംഗ് ഓൺ എ വുഡൻ ബെഞ്ച്. എ ഫാമിലി ഈസ് സിറ്റിംഗ് ഓൺ എ വുഡൻ ബെഞ്ച്. വുഡൻ ബെഞ്ച് എന്ന് പറഞ്ഞാൽ മരം കൊണ്ടുണ്ടാക്കിയ ബെഞ്ച്. അത്രയേ ഉള്ളൂ. എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഒന്ന് റിപ്പീറ്റ് ചെയ്യുവാണ്. എ ഫാമിലി ഈസ് സിറ്റിംഗ് ഓൺ എ വുഡൻ ബെഞ്ച്. എ ഫാമിലി ഈസ് സിറ്റിംഗ് ഓൺ എ വുഡൻ ബെഞ്ച്. ഇനി നമുക്ക് എന്താണ് ചിത്രത്തിൽ കാണുന്നത്? ഒരു സ്ത്രീ ജോഗിങ് ചെയ്യുന്നത് കാണുന്നുണ്ടല്ലേ? ഒരു സ്ത്രീ ജോഗിങ് ചെയ്യുന്നു. എങ്ങനെയാണ് പറയാ? എ വുമൻ ഈസ് ജോഗിങ് ഓൺ ദ പാത്ത്. എ വുമൻ ഈസ് ജോഗിങ് ഓൺ ദ പാത്ത്. എ വുമൻ ഈസ് ജോഗിങ് ഓൺ ദ പാത്ത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പറഞ്ഞു ഒരുപാട് മരങ്ങളും പൂക്കളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. വലിയ മരങ്ങളും പല നിറത്തിലുമുള്ള പൂക്കളുമുണ്ട്. There are tall trees and colorful flowers. There are tall trees and colorful flowers. There are tall trees and colorful flowers. ഇനി ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നീല ആകാശമുണ്ട്. അതിൽ ഒരുപാട് മേഘങ്ങളുണ്ട്. നീല ആകാശത്തിൽ മേഘങ്ങളുണ്ട്. The sky is blue with some clouds. The sky is blue with some clouds. The sky is blue with some clouds. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.